നമുക്ക് നേരെ പോയാലോ മധുരയിലേക്ക്. കെ രാജേന്ദ്രനുണ്ട് സമ്മേളന നഗരിയിൽ നിന്ന്. തമിഴ്നാട് ഹൗസിൽ നിന്നാണ് കെ രാജേന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നത്. രാജേന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തമിഴ്നാട് ഹൗസിന് മുൻപിലാണ് രാജേന്ദ്രനുള്ളത്. അവിടെയാണ് പ്രതിനിധികൾക്കൊക്കെ താമസം. ഏത് രീതിയിലാണ് ഇന്നത്തെ അജണ്ടകൾ? സംഘടനാ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം BV രാഘവലു അവതരിപ്പിച്ചു, ചർച്ച നടന്നു. ഇന്ന് അംഗീകാരം നൽകും. പുതിയ കേന്ദ്ര കമ്മിറ്റിയെ നമുക്കറിയാം, ജനറൽ സെക്രട്ടറിയെ ഇന്ന് അറിയാനിരിക്കുന്നു. വൈകിട്ട് പൊതുസമ്മേളനം, മഹാറാലി. പറയൂ കാര്യങ്ങൾ. വിനിഷ, ഈ തമിഴ്നാട് ഹൗസിനകത്താണ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെല്ലാം തന്നെ താമസിക്കുന്നത്. അപ്പൊ ഇവിടെ വെച്ചാണ് ഇന്ന് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നത്. അതിനുശേഷം പൊളിറ്റ് ബ്യൂറോ യോഗം ചേരും. ഈ കേന്ദ്ര കമ്മിറ്റി പൊളിറ്റ് ബ്യൂറോ യോഗങ്ങളാണ് പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, ഭാരവാഹികൾ, അതുപോലെ ആരായിരിക്കണം പുതിയ ജനറൽ സെക്രട്ടറി, ഇത് സംബന്ധിച്ചെല്ലാം തന്നെ ഒരു അവരുടേതായ രീതിയിലുള്ള ഒരു ധാരണയിലെത്തുക. നമുക്ക് ധാരണയിലെത്തുക എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. കാരണം ഇതിനകത്തൊക്കെ അന്തിമമായ തീരുമാനം കൈക്കൊള്ളേണ്ടത് പാർട്ടി കോൺഗ്രസ് ആണ് ഈ കേന്ദ്ര കമ്മിറ്റിക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ കേന്ദ്ര കമ്മിറ്റി ചേർന്ന് പൊളിറ്റ് ബ്യൂറോയെ തിരഞ്ഞെടുക്കും. പാർട്ടി കോൺഗ്രസ് ആണ് ഔദ്യോഗികമായി ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ അന്തിമമാണ് എന്ന് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഇവരുടേതായ നിർദ്ദേശങ്ങൾ അതിനൊരു അന്തിമമായ രൂപം നൽകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിലവിൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ 85 അംഗങ്ങളാണുള്ളത്. 85 അംഗ കേന്ദ്ര കമ്മിറ്റിയാണ്. ഇതിനകത്ത് 17 പേർ കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു. അതിനകത്ത് തന്നെ കോടിയേരി ബാലകൃഷ്ണൻ നമ്മോടൊപ്പമില്ല. അപ്പോൾ നിലവിൽ 16 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് കേരളത്തിൽ നിന്നുമുള്ളത്. പിന്നെ രണ്ടുപേർ ഇതിനകത്ത് സ്ഥിരം ക്ഷണിതാക്കളാണ്. ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് സംസ്ഥാന സെക്രട്ടറിമാർ ഇതിനകത്ത് സ്ഥിരം ക്ഷണിതാക്കളാണ്. 3 പേർ സ്പെഷ്യൽ ഇൻവൈറ്റുകളാണ്, പ്രത്യേക ക്ഷണിതാക്കളാണ്. നേരത്തെ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളായിരുന്ന S. രാമചന്ദ്രൻ പിള്ള, മുതിർന്ന നേതാവായ ബിമൻ ബസു, അതുപോലെ പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന ഹനൻ മുള്ള, ഈ 3 പേർ ഇതിനകത്ത് പ്രത്യേക ക്ഷണിതാക്കളാണ്. ഇതുകൂടാതെ 5 അംഗ കൺട്രോൾ കമ്മിറ്റിയുണ്ട്. ഞാൻ ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഘടന പറയുകയാണ്. അപ്പോൾ ഇതിലെ ആൾക്കാരെ, ഇതിലെ മെമ്പർമാർ, ആരെല്ലാം ഇതിലെ അംഗങ്ങളായിരിക്കണം എന്നതിനെ സംബന്ധിച്ചായിരിക്കും ചർച്ച നടക്കുക. അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് പാർട്ടി കോൺഗ്രസ് ആണ് CPM-നെ സംബന്ധിച്ചുള്ള ഏറ്റവും ഉന്നതമായ നേതൃത്വം എന്ന് പറയുന്നത്. ഇതുകൂടാതെ പിന്നെ പൊളിറ്റ് ബ്യൂറോയിൽ 17 അംഗങ്ങളാണുള്ളത്. ഈ 17 അംഗ പൊളിറ്റ് ബ്യൂറോയിൽ കോടിയേരി ബാലകൃഷ്ണൻ, സീതാറാം യെച്ചൂരി നമ്മോടൊപ്പമില്ല. അതോടൊപ്പം തന്നെ കോടിയേരി ബാലകൃഷ്ണൻ നമ്മോടൊപ്പമില്ല. ഈ സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തെ തുടർന്ന് പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനു പകരം PB കോർഡിനേറ്റർ എന്ന നിലയിൽ പ്രകാശ് കാരാട്ടാണ് ഈ ചുമതലകളെല്ലാം തന്നെ നിർവഹിച്ചിരുന്നത്. കൂട്ടായി കാര്യങ്ങൾ തീരുമാനിക്കുന്നു, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. പക്ഷേ പ്രകാശ് കാരാട്ട് ഇതിനെല്ലാം തന്നെ ഒരേ ഗോപനം നൽകുന്നു. ആ രീതിയിൽ PB കോർഡിനേറ്റർ എന്ന രീതിയിലാണ് പ്രകാശ് കാരാട്ട് പ്രവർത്തിച്ചിരുന്നത്. അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹം നമ്മോടൊപ്പമില്ല. അതേസമയം ഗോവിന്ദൻ മാസ്റ്റർ ഇതിനെ തുടർന്ന് പൊളിറ്റ് ബ്യൂറോയിലേക്കും കേന്ദ്ര കമ്മിറ്റിയിൽ നേരത്തെ തന്നെ ഗോവിന്ദൻ മാസ്റ്ററുണ്ട്. പൊളിറ്റ് ബ്യൂറോയിലേക്കെല്ലാം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരുന്നു. അപ്പോൾ ഇതാണ് നിലവിൽ ഈ 17 അംഗ CPM പൊളിറ്റ് ബ്യൂറോയിൽ കേരളത്തിൽ നിന്ന് 4 പേരുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ജനറൽ സെക്രട്ടറി ആരാവും എന്നതാണ്. ആരായിരിക്കും പുതിയ ജനറൽ സെക്രട്ടറി എന്നതാണ്. ഇത് സംബന്ധിച്ചെല്ലാം തന്നെ നിരവധി വാർത്തകൾ വരുന്നുണ്ട്. വാർത്തകളിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്നത് കേരളത്തിൽ നിന്നുള്ള MA ബേബിയുടെ പേര് തന്നെയാണ്. ഇതെല്ലാം ഞാനെന്താ വെച്ചാൽ വാർത്തകളിൽ പറയുന്ന കാര്യങ്ങൾ, ഇവിടെ നടക്കുന്ന ഈ ചർച്ചകളെല്ലാം തന്നെ പറഞ്ഞു കേൾക്കുന്ന ഒരു പേര്. അതെല്ലാം ഈ ഒരു അഭ്യൂഹങ്ങളാണ്, അതെല്ലാം ചർച്ചകളാണ്. അഭ്യൂഹങ്ങളെന്ന് പറയുന്നില്ല, ചർച്ചകളാണ്. ഇവിടെ നടക്കുന്ന ചർച്ചകളിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകളാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും തന്നെ അവസാന തീരുമാനം വരുന്നത് വരെ ഒന്നും തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. അതാണ് ഈ പാർട്ടിയുടെ ഒരു പ്രത്യേകത. കാരണം പല ഘട്ടങ്ങളിലുള്ള തികച്ചും ജനാധിപത്യപരമായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ അന്തിമമായ തീരുമാനം കൈക്കൊള്ളൂ. ഇന്നലെ രാത്രി പൊളിറ്റ് ബ്യൂറോ യോഗം ചേർന്നിരുന്നു. ഇതിനെക്കുറിച്ചെല്ലാം തന്നെ വിശദമായ ചർച്ച നടത്തിയിരുന്നു. അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം മാധ്യമങ്ങളിലെല്ലാം തന്നെ വരുന്നത് തികച്ചും പരസ്പര വിരുദ്ധമായ വാർത്തകളാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അതിലൊരിക്കലും തന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്പസമയത്തിനകം കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്, പൊളിറ്റ് ബ്യൂറോ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ളൊരു അന്തിമമായ ഒരു ധാരണയിലെത്തും. അതിനുശേഷം മാത്രമേ നമുക്ക് ആരായിരിക്കും പുതിയ ജനറൽ സെക്രട്ടറി എന്നെല്ലാം തന്നെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ അന്തിമമായ തീരുമാനം കൈക്കൊള്ളേണ്ടത് പാർട്ടി കോൺഗ്രസ് ആണ്. അപ്പോൾ ഈ നേതൃയോഗങ്ങൾക്ക് ശേഷം പാർട്ടി കോൺഗ്രസിൽ ഈ നേതാക്കളെല്ലാം എത്തും. അവിടെ വെച്ച് നമുക്കൊരു ഉച്ചയോടുകൂടി ഇത് സംബന്ധിച്ചുള്ള ഒരു അന്തിമമായ പ്രഖ്യാപനം എന്താണ് എന്ന് അറിയാൻ സാധിക്കും. ഇന്ന് രാവിലെ ഒരു 11 മണിക്കാണ് ഇന്നത്തെ നടപടികൾ ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണ് താമസിക്കുന്നത് വെച്ചാൽ അതിനു മുമ്പ് കേന്ദ്ര കമ്മിറ്റി ചേരുന്നുണ്ട്.
അപ്പോൾ 11 മണിക്ക് ചേർന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത് സംഘടനാ റിപ്പോർട്ടിന് മേൽ നടന്ന ചർച്ചയ്ക്കുള്ള മറുപടിയാണ്. ഈ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്ന രാഘവലു തന്നെയാണ് മറുപടി പറയുന്നത്. രാഘവലു ഇന്നലെ തന്നെ വാർത്താ സമ്മേളനം നടത്തി പല കാര്യങ്ങളും വിശദീകരിച്ചിരുന്നു. ഈ പാർട്ടിയുടെ അംഗബലം കൂടുന്നുണ്ട്, മൊത്തം അംഗബലം വർദ്ധിക്കുന്നുണ്ട്, സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിക്കുന്നുണ്ട്, യുവജനങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിക്കുന്നുണ്ട്. ആകെയുള്ള പാർട്ടി മെമ്പർമാരിലെ ഒരു 76% അടിസ്ഥാന വർഗമാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴേക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ പാർട്ടി, താഴേക്കിടയിൽ ജീവിക്കുന്നവരാണ്. അടിസ്ഥാന വർഗം, തൊഴിലാളികൾ, ചെറുകിട കർഷകർ, അത്തരത്തിലുള്ള ആൾക്കാരാണ് ഈ പാർട്ടിയിലെ ഒരു 76% പേരും, പാർട്ടി മെമ്പർമാരിലെ 76% പേരും. അതുകൊണ്ട് തന്നെയാണ് ഇത് CPM എന്ന പാർട്ടി ഒരു അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടിയായി മാറുന്നത്. പിന്നെ സംഘടനാ സംബന്ധമായ ഓരോ സംസ്ഥാനങ്ങൾ തിരിച്ചുള്ള വിശദമായ ചർച്ചകൾ നടന്നിരുന്നു. ഓരോ സംസ്ഥാനങ്ങളുടെയും സംഘടനാ സംബന്ധമായ വിഷയങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഈ അത്തരം വിഷയങ്ങളെല്ലാം പാർട്ടി കൈക്കൊണ്ട നിലപാടുകൾ എന്തൊക്കെയാണ്, പോരായ്മകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ്. ഇപ്പൊ ബംഗാളിലെല്ലാം തന്നെ അംഗബലം കൂടിയിട്ടുണ്ട്, അംഗബലം പതുക്കെ പതുക്കെ ഉയരുന്നുണ്ട്. പക്ഷേ ത്രിപുരയെ പോലുള്ള സംസ്ഥാനങ്ങളിലാണ് വലിയ രീതിയിൽ ഓരോരോ അംഗങ്ങളിലും അംഗങ്ങളുടെ എണ്ണത്തിലും വർഗ ബഹുജന സംഘടനകളിലെ അംഗങ്ങളുടെ എണ്ണത്തിലെല്ലാം തന്നെ അവിടെ നേരത്തെ ഒരു കുറവുണ്ടായിരുന്നു. അതും ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് സ്റ്റേറ്റുകൾ, പശ്ചിമ ബംഗാൾ, ത്രിപുര, ഇവിടെ നഷ്ടപ്പെട്ടു പോയ സ്വാധീനം തിരിച്ചു പിടിക്കണം. അവിടെ വീണ്ടും അധികാരത്തിലെത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. ഇതിന് സംഘടനയെ പരുവപ്പെടുത്തണം. ഇത്തരം കാര്യങ്ങളെല്ലാമാണ് ഈ സംഘടനാ റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയിൽ പ്രധാനമായും ഉയർന്നു വന്നത്. മറ്റ് പാർട്ടിക്ക് സ്വാധീനം കുറഞ്ഞ പ്രത്യേകിച്ച് ഹിന്ദി മേഖലയിലെല്ലാം തന്നെ പാർട്ടിയെ ശക്തിപ്പെടുത്തണം. ഇതിന് സംഘടനാപരമായി എന്തെല്ലാമാണ് ചെയ്യാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി ഈ ചർച്ചകളിൽ ഉയർന്നു വന്നിരുന്നു. ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് നടന്ന ചർച്ചയ്ക്കുള്ള മറുപടിയായിരിക്കും രാഘവലു നൽകുക. അതിനുശേഷം സംഘടനാ റിപ്പോർട്ട് സമ്മേളനം ഔദ്യോഗികമായി അംഗീകരിക്കും. അതിനുശേഷമായിരിക്കും പുതിയ നേതൃനിരയുടെ തെരഞ്ഞെടുപ്പ് നടക്കുക. ഒരു ഉച്ചയോടുകൂടി ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 12:30-ക്കും 1 മണിക്കും എല്ലാം ഇടയിൽ പുതിയ ജനറൽ സെക്രട്ടറിയെയും പുതിയ പൊളിറ്റ് ബ്യൂറോയെയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെയും കൺട്രോൾ കമ്മീഷൻ ഈ നേതൃനിരയെല്ലാം തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഓരോ പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞാലും പ്ലീനം എന്ന് പറഞ്ഞാലും പാർട്ടിക്ക് ഒരു നവീകരണ പ്രക്രിയയാണ്. അടുത്ത വർഷങ്ങളിലേക്ക് പാർട്ടിയുടെ ശ്രദ്ധ എവിടെ കേന്ദ്രീകരിക്കണം എന്നതടക്കമുള്ള സംഘടനാ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളാണ് സംഘടനാ റിപ്പോർട്ടിന്മേൽ വരിക. ഇന്ന് അതിന് സംഘടനാ റിപ്പോർട്ടിന് അംഗീകാരം നൽകാനിരിക്കെ ഇന്നലെ വൈകിട്ട് CPM നേതാക്കളൊക്കെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരുന്നു, വാർത്താസമ്മേളനം നടത്തിയിരുന്നു. വലിയ രീതിയിൽ പാർട്ടിയുടെ സ്വാധീനം, ജനകീയ പ്രശ്നങ്ങളിൽ പാർട്ടിക്ക് ഇടപെടാൻ കഴിഞ്ഞു. പാർട്ടിയുടെ സ്വാധീനം ജനകീയ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റി, ജനകീയ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റി. ആ രീതിയിൽ വലിയ രീതിയിലുള്ള അംഗബലം പാർട്ടിക്ക് വർദ്ധിച്ചു. പാർട്ടിയിലുള്ള മെമ്പർമാരുടെ അംഗസംഖ്യയൊക്കെ ഇന്നലെ പറയുകയുണ്ടായിരുന്നു. 10,19,909 പേർ ആണ് പാർട്ടിയിൽ മെമ്പർമാരായിട്ടുള്ളത്. അതിൽ 33,000 ആളുകളുടെ മെമ്പർമാരുടെ വർധനവുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ CPM നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. തീർച്ചയായിട്ടും ഇവിടെ ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സമ്മേളന പ്രതിനിധികൾ ഒരു 800-ലധികം സമ്മേളന പ്രതിനിധികളും അതുപോലെ പ്രത്യേക ക്ഷണിതാക്കളും എല്ലാമായി ഏതാണ്ട് ഒരു 830ഓളം പ്രതിനിധികളാണ് ഇവിടെ ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. ഈ 830ഓളം പ്രതിനിധികളുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ മറ്റൊരു പാർട്ടിക്കും ഇന്ത്യയിലെ ഒരുപക്ഷെ ലോകത്തെ തന്നെ മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രത്യേകതകളുണ്ട്. ഏറ്റവും കൂടുതൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഭീകരാക്രമണങ്ങളെ നേരിടുകയും അതിജീവിക്കുകയും ചെയ്ത ഒരു നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമി. 8 തവണയാണ് തരിഗാമിക്ക് നേരെ തീവ്രവാദികളുടെ വധശ്രമം ഉണ്ടായത്. ക്ഷമിക്കണം, 8 അല്ല 9 തവണ. അതിന് 9 തവണയും അദ്ദേഹത്തിന് അതിജീവിക്കാനും സാധിച്ചു. അത്തരത്തിലുള്ളൊരു പ്രതിനിധി വേറെ ഒരു പാർട്ടിയിലും നമുക്ക് അത്തരത്തിലുള്ള നേതാവിനെ നമുക്ക് വേറൊരു പാർട്ടിയിലും ഇന്ന് കാണാൻ സാധിക്കില്ല. ലോകത്ത് തന്നെ നമുക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും നേതാക്കന്മാരുണ്ടോ എന്നുള്ള കാര്യം സംശയകരമാണ്. അപ്പോൾ അത്തരത്തിലുള്ള നേതാവ് ഇതിനകത്ത് പ്രതിനിധിയാവുന്നു. അതുപോലെ നമ്മൾ മാധ്യമപ്രവർത്തനയുടെ കാര്യം എടുക്കാം. മാധ്യമപ്രവർത്തനം നടത്തി, അതായത് മോദി സർക്കാരിനെതിരെ വാർത്ത നൽകി എന്ന കാരണത്താൽ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്ന മാധ്യമപ്രവർത്തകൻ പ്രബീർ പുരകായസ്ഥ ഈ സമ്മേളനത്തിലെ പ്രതിനിധിയാണ്. ഒരു പത്രപ്രവർത്തകൻ മോദിക്കെതിരെ വാർത്ത നൽകി, കേന്ദ്ര സർക്കാരിനെതിരെ വാർത്ത നൽകി എന്ന കാരണം കൊണ്ട് ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്ന മാധ്യമപ്രവർത്തകൻ ഈ സമ്മേളനത്തിലെ പ്രതിനിധിയാണ്.
ഇങ്ങനെ നമ്മൾ ഈ കർഷക സമരത്തിന്റെ ഭാഗമായി ജയിലിൽ കിടന്ന നേതാക്കൾ, ഇതിനകത്ത് ഏതാണ്ട് നമ്മളൊരു കണക്ക്, അതിന്റെ ക്രെഡൻഷ്യൽ റിപ്പോർട്ടൊന്നും, ക്രെഡൻഷ്യൽ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. വന്നാൽ നമുക്ക് കുറച്ചുകൂടി ആധികാരികമായി പറയാൻ സാധിക്കും. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളിലെ ഒരു 85 മുതൽ 90% വരെയുള്ള പ്രതിനിധികൾ എപ്പോഴെങ്കിലും എല്ലാം തന്നെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ജയിൽവാസം നേരിട്ട ആൾക്കാരാണ്. ആകെയുള്ളതിലെ ഒരു 85 തൊട്ട് 90% വരെ ജയിൽവാസം. മറ്റു ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഈ രീതിയിൽ കാണാൻ സാധിക്കുമോ? ഈ പല നേതാക്കന്മാരും മറ്റു പല കാര്യങ്ങളിലും ജയിലിൽ കിടന്നിട്ടുണ്ട്, മറ്റു പാർട്ടികളിലെ. ഇപ്പോൾ ഇതിപ്പോൾ ഒരു BJPയുടെ ഒരു ദേശീയ കൗൺസിൽ യോഗമാണെന്ന് കരുതുക. അതിനകത്ത് വർഗീയ കലാപങ്ങളിലെ പ്രതി അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ കേസുകളെ പ്രതി അങ്ങനെയെല്ലാം ജയിലിൽ കിടന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ജനങ്ങളുടെ വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വലിയ സമരങ്ങൾ നയിച്ചു. ഈ സമരങ്ങൾ നയിച്ചതിൻ്റെ ഭാഗമായി ജയിലിൽ കിടന്നവരാണ് ഈ സമ്മേളന പ്രതിനിധികളിൽ ഒരു 85 തൊട്ട് 90% വരെ പേർ എന്ന് പറയുമ്പോൾ ഈ സമ്മേളന പ്രതിനിധികൾ, ഈ പാർട്ടി കോൺഗ്രസ് നമ്മുടെ ഈ രാജ്യത്തിന് നൽകുന്ന ഒരു സന്ദേശം എന്താണെന്ന് വ്യക്തമാണല്ലോ. കാരണം ഇവരാണ് ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും തന്നെ പാർലമെന്റിലെയോ നിയമസഭയിലെയോ അംഗബലത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ സാധിക്കില്ല. മറിച്ച് എങ്ങനെയാണ് ഈ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത്, അതാണ് ഏറ്റവും പ്രധാനം. അത്തരത്തിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ മണിപ്പൂരിൽ നിന്ന് 2 പ്രതിനിധികളാണുള്ളത്. പക്ഷേ ഈ 2 പേരും അവിടെ ഇങ്ങനെ ഈ കലാപം നടക്കുന്ന ഘട്ടത്തിൽ അവിടെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും എല്ലാമായി രംഗത്തിറങ്ങിയ ആൾക്കാരാണ്. അവർ ഈ ഒരുപാട് കാലം ജയിലിൽ കിടന്ന ആൾക്കാരാണ്. ഇതുപോലെ നമ്മൾ ഏത് സംസ്ഥാനങ്ങളിൽ നോക്കിയാൽ, ഇപ്പൊ ഗുജറാത്തിൽ നിന്ന് ആകെ 6 പ്രതിനിധികളാണുള്ളത്. പക്ഷേ അവർ ജയിലിൽ കിടന്ന ആൾക്കാരാണ്. കാരണം അവിടെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുമാണ് പ്രധാന പ്രതിപക്ഷ പാർട്ടി. അവരൊന്നും പക്ഷേ ജയിലിൽ കിടന്നുള്ള സമരത്തിൽ നിന്ന് കിട്ടില്ല. അതിനെല്ലാം തന്നെ അംഗബലത്തിൽ കുറവായ CPMന്റെ നേതാക്കൾ തന്നെ വേണം. അങ്ങനെ നമ്മൾ ഏത് സ്റ്റേറ്റുകളിൽ നിന്നും വരുന്ന പ്രതിനിധികളെ നോക്കിയാലും അവിടുത്തെ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇത്തരം പ്രതിനിധികളാണ്, ഇത്തരം നേതാക്കളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് CPMന്റെ ഈ പാർട്ടി കോൺഗ്രസിനുള്ള ഒരു പ്രത്യേകത, പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്കുള്ള പ്രത്യേകത. അത്തരത്തിലുള്ള പ്രതിനിധികളെല്ലാം ചേർന്ന് തെരഞ്ഞെടുക്കുന്ന വലിയ ഒരു നേതൃനിരയാണ് പാർട്ടിയെ നയിക്കാനായി വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്പസമയത്തിനുള്ളിൽ ഇവിടെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരും. കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം പോളിറ്റ് ബ്യൂറോ യോഗം ചേരും. അവർ CPMന്റെ പുതിയ നേതൃത്വത്തെ സംബന്ധിച്ച് അവരുടേതായ തീരുമാനങ്ങളിലെത്തും. അതിനുശേഷം പാർട്ടി കോൺഗ്രസ് അന്തിമമായ തീരുമാനം കൈക്കൊള്ളും. പാർട്ടി കോൺഗ്രസ് ഒരു 12:30-1 മണിയോടുകൂടി ഔദ്യോഗികമായി പുതിയ നേതൃനിരയെ പ്രഖ്യാപിക്കും. പുതിയ ജനറൽ സെക്രട്ടറി ആരായിരിക്കുമെന്ന് നമുക്ക് ആ ഘട്ടത്തിൽ അറിയാൻ സാധിക്കും. യെസ്, താങ്ക് യു. രാജേന്ദ്രനാണ് സമ്മേളന നഗരിയിൽ നിന്ന് തമിഴ്നാട് ഹൗസിന് മുൻപിൽ നിന്ന് ഇന്നത്തെ പാർട്ടി കോൺഗ്രസിന്റെ അജണ്ടകൾ സമഗ്രമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നത്.